ഒരു ഭാഗത്ത് അമേരിക്കൻ കോൺഗ്രസിൽ യുദ്ധം അവസാനിപ്പിച്ചെന്ന് പറയുക, മറുഭാഗത്ത് യുദ്ധസന്നാഹങ്ങൾക്ക് പൂർവാധികം ശക്തിയോടെ കോപ്പുകൂട്ടുക. ഒരു ഭാഗത്ത് ചർച്ചകൾ നടത്തുക, മറുഭാഗത്ത് ചർച്ച പൊളിക്കാൻ ഇസ്രയേലുമായി ചേർന്ന് പദ്ധതി തയ്യാറാക്കുക. ഒരേ സമയം നയതന്ത്രവും യുദ്ധവും ഭീഷണിയും കീഴടങ്ങണമെന്ന നിർദ്ദേശവും വെക്കുക. ഹോർമുസ് തുറക്കാൻ പുറപ്പെടുക, ഒടുവിൽ രണ്ടാമതൊരു പൂട്ടിട്ട് ഹോർമുസിന്റെ മറ്റൊരു ഭാഗം അടച്ചുപൂട്ടുക. അമേരിക്കയുടെ ഇത്തരം നയങ്ങളെ എന്ത് പേരിട്ടാണ് ലോകരാഷ്ട്രീയം വിളിക്കുക? ട്രംപ് എന്നാൽ അമേരിക്കയല്ല, അമേരിക്കയുടെ പോളിസിക്കാണോ അതോ പ്രസിഡന്റിന്റെ പോളിസിക്കാണോ കൂടുതൽ സ്വീകാര്യത? വാക്കിന് വിലയില്ലാത്തവരുമായി ചർച്ചയില്ലെന്ന് ഇറാൻ നയം വ്യക്തമാക്കിയത് വെറുതെയുമല്ല. അതിനെ സാധൂകരിക്കുന്ന ഒന്നാണ് അമേരിക്കൻ കോൺഗ്രസിൽ ഇപ്പോൾ ട്രംപ് നടത്തിയ പ്രസ്താവന. യുദ്ധം തുടങ്ങാൻ പ്രസിഡന്റിന്റെ ഒരൊറ്റ ഒപ്പ് മതി, എന്നാൽ യുദ്ധം നിർത്താൻ അതിന്റെ പരമാവധി സമയം 60 ദിവസമാണ്. എന്ന് വെച്ചാൽ ഒരു യുദ്ധം ഉടനടി ആരംഭിക്കാൻ പ്രസിഡന്റ് ഒപ്പിടാം, എന്നാൽ ആ യുദ്ധം, അത്തരത്തിൽ പ്രസിഡന്റ് മാത്രം ഒപ്പിട്ട യുദ്ധം 60 ദിവസത്തിൽ കൂടുതൽ തുടരാൻ പാടില്ല. 60 ദിവസം കഴിഞ്ഞാൽ അത് അമേരിക്കൻ കോൺഗ്രസിനെ അറിയിക്കണം. പിന്നീട് യുദ്ധം വേണമോ വേണ്ടയോ എന്നത് തീരുമാനിക്കുന്നത് അമേരിക്കൻ കോൺഗ്രസ് ആണ്. അതാണ് അമേരിക്കയുടെ ചട്ടം. അതിൽ കൂടുതൽ നടത്തണമെങ്കിലാണ് കോൺഗ്രസിന്റെ പിന്തുണ വേണം. എന്നാൽ ഈ നിയമത്തിന് പുല്ലുവില കൽപ്പിക്കുന്ന ട്രംപ് അതൊക്കെ പഴയ കാലത്താരോ എഴുതി വെച്ചതാണ്, അതൊന്നും നടപ്പിലാക്കാൻ കൊള്ളില്ല എന്നൊക്കെ പറഞ്ഞു നോക്കിയെങ്കിലും ആ ചട്ടത്തെ മറികടക്കാൻ പ്രസിഡന്റ് വിചാരിച്ചാലും നടക്കാത്തത് കൊണ്ട് ഒടുവിൽ അമേരിക്കൻ പ്രസിഡന്റിന് കോൺഗ്രസിന് ഒരു കത്ത് നൽകേണ്ടി വന്നു. ആ കത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്: യുദ്ധം അവസാനിച്ചു എന്ന്. യുദ്ധം ഇപ്പോൾ താൽക്കാലിക വെടിനിർത്തലിലാണ് എന്ന് എല്ലാവർക്കും അറിയാം. നെഗോസിയേഷൻ ഒരു ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നു എന്നും അറിയാം. എന്നാൽ അമേരിക്കൻ ഭരണഘടനയിലെ യുദ്ധാധികാര നിയമം, വാർ പവേഴ്സ് റെസൊല്യൂഷൻ അനുശാസിക്കുന്ന വ്യവസ്ഥകൾ പൂർത്തീകരിച്ച് നിയമപരമായ കുരുക്കുകൾ ഒഴിവാക്കുകയാണ് ട്രംപ് ഭരണകൂടം ഇതിലൂടെ പ്രധാനമായും ലക്ഷ്യമിടുന്നത്. ഈ നിയമപ്രകാരം ജനപ്രതിനിധി സഭയുടെ മുൻകൂർ അനുമതിയില്ലാതെ മറ്റൊരു രാജ്യത്ത് 60 ദിവസത്തിൽ കൂടുതൽ സൈനിക പോരാട്ടങ്ങൾ നടത്താൻ പ്രസിഡന്റിന് അധികാരമില്ല. എന്നാൽ വരും നാളുകളിൽ ഇറാന് നേരെയുള്ള പോരാട്ടങ്ങൾ വീണ്ടും പുനരാരംഭിക്കാൻ അമേരിക്ക തീരുമാനിക്കുകയാണെങ്കിൽ നിയമപ്രകാരമുള്ള ഈ 60 ദിവസത്തെ സമയപരിധി, 60 ഡേ ഓഫ് ക്ലോക്ക് വീണ്ടും ആദ്യം മുതൽ ആരംഭിക്കുമെന്ന് ഭരണകൂടം കോൺഗ്രസിന് നൽകിയ സന്ദേശത്തിൽ കൃത്യമായി വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ ഔദ്യോഗിക പ്രഖ്യാപനം ഗൾഫ് മേഖലയിൽ വലിയൊരു ആശ്വാസം കൊണ്ടുവരുമെങ്കിലും അമേരിക്കയുടെയും ഇറാന്റെയും വരുംകാല നയങ്ങളെക്കുറിച്ച് പ്രതിരോധ നിരീക്ഷകർക്കിടയിൽ ഇപ്പോഴും വലിയ ആശങ്കകൾ നിലനിൽക്കുകയാണ്. സൈനിക നടപടികൾ അവസാനിപ്പിച്ചുവെന്ന് പറയുമ്പോഴും ഇറാന് മേൽ ഏർപ്പെടുത്തിയിട്ടുള്ള നാവിക ഉപരോധങ്ങൾ ഉൾപ്പെടെയുള്ള കടുത്ത സമ്മർദ്ദ തന്ത്രങ്ങൾ പൂർണ്ണമായും പിൻവലിക്കാൻ അമേരിക്ക ഇപ്പോഴും തയ്യാറായിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ്. പുതിയ പ്രഖ്യാപനം കേവലം അമേരിക്കൻ ആഭ്യന്തര രാഷ്ട്രീയത്തിലെ പ്രതിസന്ധികൾ മറികടക്കുവാനുള്ള ഒരു തന്ത്രം ആണ് എന്നാണ് യുദ്ധ വിദഗ്ധരും അന്താരാഷ്ട്ര നിരീക്ഷകരും ഇതിനെക്കുറിച്ച് പറയുന്നത്. അതേസമയം ഇറാൻ എണ്ണക്കപ്പലുകൾ അമേരിക്കൻ കപ്പലുകളെ തടയുന്നത് ഇപ്പോഴും തുടരുന്നതിനാൽ സൈനിക നടപടി അവസാനിപ്പിച്ചെന്ന് പറയാനാകില്ല എന്നാണ് സെനറ്റർ ജീൻ ഷഹീൽ വ്യക്തമാക്കുന്നത്. പാകിസ്ഥാൻ മധ്യസ്ഥർ വഴി ഇറാൻ സമർപ്പിച്ച പുതിയ ചർച്ചാ നിർദ്ദേശങ്ങളും ഇതോടൊപ്പം ട്രംപ് തള്ളിയിട്ടുണ്ട്. ഇറാൻ ഇപ്പോഴും അമേരിക്കക്ക് വലിയ ഭീഷണിയാണ് എന്ന് കത്തിൽ ട്രംപ് ആവർത്തിച്ച് പറയുകയും ചെയ്യുന്നു. യുദ്ധം അവസാനിപ്പിക്കുവാനുള്ള പ്രതിപക്ഷത്തിന്റെ ശ്രമങ്ങളെ റിപ്പബ്ലിക്കൻ പാർട്ടി അംഗങ്ങൾ വോട്ടെടുപ്പിലൂടെ തടയുകയുമാണ്. അതിനിടെ ഇറാൻ പാകിസ്ഥാൻ വഴി കൈമാറിയ പുതിയ ചർച്ചാ നിർദ്ദേശങ്ങളും ട്രംപ് തള്ളി. ഇറാൻ നേതൃത്വം ഭിന്നതയിലാണെന്നും ട്രംപ് ആവർത്തിച്ചു. US നിലപാട് മാറ്റിയാൽ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് ഇറാൻ വ്യക്തമാക്കി. സാമ്പത്തിക ഉപരോധം നീക്കുകയും ഭാവിയിൽ യുദ്ധമുണ്ടാകില്ലെന്ന് ഉറപ്പ് നൽകണം എന്നുമാണ് ഇറാന്റെ നിലപാട്. US മുന്നിൽ 2 വഴികളുണ്ടെന്നും ഒന്നുകിൽ നശിപ്പിക്കുക അല്ലെങ്കിൽ കരാറിലെത്തുക എന്നതാണ് അവയെന്നും, എന്നാൽ മാനുഷിക പരിഗണനയുടെ പേരിൽ കരാറിനാണ് മുൻഗണന എന്നുമാണ് ട്രംപ് പറയുന്നത്. ഇറാനെ വീണ്ടും ആക്രമിക്കാൻ പദ്ധതിയുണ്ടോ എന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് എന്തിന് അത് പറയണമെന്നായിരുന്നു ട്രംപിന്റെ മറുപടി. അതേസമയം യൂറോപ്യൻ യൂണിയനുമേൽ 25% അധിക തീരുവ ചുമത്തുമെന്ന് US പ്രസിഡന്റ് ട്രംപ് വ്യക്തമാക്കുകയും ചെയ്തു. US ഇറക്കുമതി ചെയ്യുന്ന കാറുകൾക്കും ട്രക്കുകൾക്കും മേലാണ് ഇറക്കുമതി ചുങ്കം കൂട്ടുന്നത്. വ്യാപാര കരാർ പാലിക്കാത്തതിനാലാണ് നടപടി എന്നാണ് ട്രംപ് പക്ഷം. എന്നാൽ കാറുകളും ട്രക്കുകളും US പ്ലാന്റുകളിൽ നിർമ്മിക്കുകയാണെങ്കിൽ തീരുവ ചുമത്തില്ല എന്നും ട്രംപ് വ്യക്തമാക്കി. Waytonikah.com, the exclusive Muslim matrimonial site.